ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി പോവാ എന്തൊക്കെയോ ഇതാണ്. അല്ലാണ്ട് ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, ഒരുമാതിരി സ്വഭാവമായി ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോത്തില്ല, അതിന് അടി മൊത്തത്തിൽ റൂമിൽ ഇരുന്നൊരു വട്ടായി പോയിരുന്നു. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ഞാനിത് കേൾക്കേണ്ടവനാ. നീ ഇത് കേൾക്കേണ്ടത് തന്നെയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റ് ആണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. ഞാനൊരു മനുഷ്യനല്ലേ? അല്ലടാ അല്ലടാ ആണ്. എന്റെ കാര്യം ഞാൻ വേറെ ആളോട് ചോദിക്കണേ? അല്ലടാ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡി പറഞ്ഞടാ. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട് ഒരു മനുഷ്യനാണ് ഞാൻ. ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന്. അപ്പോഴാണ് ഞാൻ FB-യിൽ പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ, 24 വയസ്സേ ഉള്ളൂ. ഇപ്പൊ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. നിനക്ക് ഓർമ്മയുണ്ടോ, അന്നൊരു വെള്ളിയാഴ്ച ഓല PP വേണമെന്ന് പറഞ്ഞ് ഇക്കളായിട്ട് കരഞ്ഞപ്പോ പറമ്പിലെ പടുകൂട്ടം പ്ലാവി കയറി ഓല പറിച്ച് PP ഉണ്ടാക്കി തന്നവനാണ് ഈ കൊച്ചച്ഛൻ. ഇപ്പൊ ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ. പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ. മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കിട്ടിയ സന്ദർഭം വെച്ച് അവരെന്നെ അടിച്ചമർത്താൻ നോക്കല്ലേ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂയിച്ചേട്ടൻ എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഞാൻ പോണ് വിജി അനുവദിക്കുമെങ്കിൽ വീണ്ടും കാണാം.